മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ഹേമചന്ദ്രനെ താമസിപ്പിച്ച ബീനാച്ചി കൈവട്ടമൂലയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. കോഴിക്കോട് ACP ഉമേഷിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. മൃതദേഹം കണ്ടെത്തിയ ചേരമ്പാടിയിലും തെളിവെടുക്കും. ദീപക് മോഹൻ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മോഹൻ, തെളിവെടുപ്പിന് വലിയ സുരക്ഷയാണോ ഏർപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ പാർവതി, സുൽത്താൻ ബത്തേരി ഹേമചന്ദ്രൻ വധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലുള്ള കൈവട്ടമൂലയിൽ ഹേമചന്ദ്രനെ മുൻപ് താമസിപ്പിച്ച വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുന്നത്. മൃതദേഹം കണ്ടെത്തിയ ചേരമ്പാടിയിലും ഇതിനുശേഷം തെളിവെടുപ്പ് നടക്കും. കഴിഞ്ഞ ജൂൺ 28-ാം തീയതിയാണ് ചേരമ്പാടിയിലെ വനമേഖലയിൽ നിന്ന് ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ഈ ഹേമചന്ദ്രനെ കാണാതാവുന്നത്. ഒരു വർഷത്തിനു ശേഷം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ ചേരമ്പാടി വനമേഖലയിൽ ഹേമചന്ദ്രനെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഈ വധവുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായ രണ്ടാം പ്രതി ജ്യോതിഷിനെ വിശദമായി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മുഖ്യപ്രതിയായ നൌഷാദിന് ഇതിൽ പങ്ക് ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ടാണ് ഹേമചന്ദ്രൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ വീട്ടിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പോലീസ് സംഘം ഈ വീടിനകത്ത് നൌഷാദുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും മൃതദേഹം കുഴിച്ചിട്ട ചേരമ്പാടി വനത്തിലേക്കും ഒപ്പം ഗുണ്ടൽപേട്ടയിലേക്ക് അടക്കം പോലീസ് സംഘം പോകുക. കഴിഞ്ഞ ആഴ്ച പോലീസ് സംഘം ഇവിടെ എത്തി അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഈ ഹേമചന്ദ്രനെ ഈ വീട്ടിലാണ് താമസിപ്പിച്ചത് എന്ന് പോലീസിന് വിവരം ലഭിച്ചത്. നേരത്തെ തന്നെ മുഖ്യപ്രതിയായ നൌഷാദ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതല്ല, ആത്മഹത്യ ചെയ്തതാണ് എന്ന രീതിയിൽ മുഖ്യപ്രതി നൌഷാദിന്റെ ഭാഗത്തു നിന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുജയ, ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ ഇനിയിപ്പോൾ തെളിവെടുപ്പ് ചേരമ്പാടിയിൽ എപ്പോഴായിരിക്കും? ഇതിനുശേഷം നേരെ അങ്ങോട്ടാണോ? സുജയ പാർവതി, ഇപ്പോൾ ഈ ഹേമചന്ദ്രൻ താമസിപ്പിച്ച ബീനാച്ചി കൈവട്ടമൂലയിലുള്ള വീട്ടിലെത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. പോലീസ് സംഘങ്ങൾ കൂടെയുണ്ട്. ഇതിനുശേഷം മൃതദേഹം കണ്ടെത്തിയ ചേരമ്പാടിയിലെ വനമേഖലയിലും ഒപ്പം ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട ഗുണ്ടൽപേട്ടയിലെ മുൻപ് ഹേമചന്ദ്രന്റെ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നത് ഗുണ്ടൽപേട്ടയിലെ ഒരു സ്ത്രീയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗുണ്ടൽപേട്ടയിലും തെളിവെടുപ്പ് പോലീസ് സംഘം നടത്തും. ചേരമ്പാടിയിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തെളിവെടുപ്പ് നടക്കുക. അതിനുശേഷമായിരിക്കും ഗുണ്ടൽപേട്ടയിലും തെളിവെടുപ്പ് നടത്താനായി പോലീസ് സംഘം മുഖ്യപ്രതി നൌഷാദുമായി ആ ഭാഗത്തേക്ക് പോകുക എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചത്. ഏതായാലും ഈ വീടിനകത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ഹേമചന്ദ്രനെ കണ്ടത് എന്ന് മുഖ്യപ്രതി നൌഷാദ് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് കൊലപാതകമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിശദമായ തെളിവെടുപ്പ് കോഴിക്കോട് ACP ഉമേഷിന്റെ നേതൃത്വത്തിൽ ഈ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുജയ, ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൌഷാദിനെ എത്തിച്ച് വ്യക്തത വരുത്തുന്നത്? സുജ, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ട് പ്രതികൾ സുൽത്താൻ ബത്തേരി സ്വദേശികളായ 2 പേർ പിടിയിലായിരുന്നു. പക്ഷേ മുഖ്യപ്രതിയായ നൌഷാദ് നേരത്തെ ദുബായിലായിരുന്നു. എന്നാൽ പിന്നീട് നൌഷാദ് ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയ സമയത്താണ് പോലീസ് പിടികൂടിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വിശദമായ തെളിവെടുപ്പ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഹേമചന്ദ്രൻ മരണത്തിലേക്ക് എത്തിയത്, അതുപോലെ തന്നെ ഹേമചന്ദ്രന്റെ മരണത്തിന് പിന്നിലുള്ള കാരണം എന്താണ്, കൊലപാതകമാണെങ്കിൽ അതിനുള്ള മോട്ടീവ് എന്താണ് എന്നതടക്കം പോലീസ് വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സംഘം ഈ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഇപ്പോൾ വീടിനകത്ത് വിശദമായ തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുജയ, തെളിവെടുപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ദീപക് മോഹൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ മുഖ്യപ്രതിയുമായുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. നാട്ടുകാരൊക്കെ ഈ തെളിവെടുപ്പ് അറിഞ്ഞ് അവിടേക്ക് വരുന്നുണ്ടോ? കൈവട്ടമൂലയിലെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ദീപക്? സുജയ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നൌഷാദിനെ വ്യക്തിപരമായി അറിയുന്ന അയൽവാസികൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. നൌഷാദ് അങ്ങനെ ഒരു കൃത്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവിശ്വസനീയമാണ് എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഏതായാലും ഈ ഹേമചന്ദ്രന്റെ വധവുമായി ബന്ധപ്പെട്ട് അതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നതടക്കം പോലീസ് ഈ തെളിവെടുപ്പിൽ പരിശോധിക്കും. നേരത്തെ ഹേമചന്ദ്രനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടിരുന്നു എന്ന നൌഷാദിന്റെ വെളിപ്പെടുത്തലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നതടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സുജയ, ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.